നമസ്കാരം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സെൻറ്റൻസ് ഉണ്ട്, അവനവന് വേണ്ടി ജീവിക്കുക എന്ന്. ഈ ഒരു സെൻറ്റൻസ് തീർച്ചയായും നമ്മളെല്ലാവരെയും ആകർഷിക്കും. ഒരു പരിധിവരെ ഇത് വേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സെൻറ്റൻസിൻ്റെ പിന്നാലെ പോയി അലസമായി ജീവിതം ജീവിച്ചു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് യുവതിയുവാക്കളുണ്ട്. പലപ്പോഴും ഡ്രഗ്സിൻ്റെയും അതിരുവിട്ട ലൈംഗിക ബന്ധങ്ങളുടെയും പിന്നാലെയാണ് ഇവരവസാനം എത്തിച്ചേരുന്നത്. ജീവിക്കാൻ വേണ്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ ശരാശരി ആയുസ് ഇപ്പോൾ 75ആണ്. നേരത്തെ അത് 35ആയിരുന്നു. പ്രകൃതിയോട് ഇണങ്ങാൻ പഠിച്ചപ്പോൾ അത് 45ആയി മാറി. ഈ 45ൽ നിന്നും 75ലേക്ക് മനുഷ്യൻ എത്തിയത് ഒരു ശാസ്ത്ര സൈന്യം ഉള്ളതുകൊണ്ടാണ്. അൽഗോരിതവും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഉള്ളത് കൊണ്ടല്ല. ലൂയി പാസ്റ്റർ തൻ്റെ വായിലെ ട്യൂബ് ഭ്രാന്തൻ പട്ടികളുടെ വായിലേക്കിട്ട് പരീക്ഷണം നടത്തിയാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. മേരി ക്യൂറി വർഷങ്ങളോളം ഗവേഷണം നടത്തി റേഡിയേഷൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ആ റേഡിയേഷനേറ്റ് ക്യാൻസർ വന്നാണ് മരിച്ചുപോയത്. JCBയുടെ ഫുൾ ഫോം ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, ജോസഫ് സിറിൽ ബാംബേഡ്. ഈ കണ്ടുപിടുത്തത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ജോസഫ് സിറിൽ ബാംബേഡ് എന്ന് എഴുതി ഒരു ഫോട്ടോ കൂടി ഒട്ടിച്ചു വെക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? സമൂഹത്തിന് വേണ്ടി ഞാൻ എൻ്റെ കഴിവ് പ്രയോഗിച്ചു എന്നാണ്. വെറുതെ അങ്ങ് ജീവിച്ച് തീർക്കാൻ അല്ലെങ്കിൽ അലസമായി ജീവിച്ചു തീർക്കണം എന്ന് വിചാരിക്കുന്ന യുവതി യുവാക്കൾ മനസ്സിലാക്കണം, നമുക്കൊരു സാമൂഹികപരമായ ഒരു കടമയുണ്ട്. സമൂഹത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കുറച്ചുകൂടി ഒരു മൂല്യബോധത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ജീവിതം വെറുതെ ജീവിച്ച് തീർക്കാനുള്ളതല്ല, ഒരുപാട് പേരുടെ ജീവിതത്യാഗത്തിന്റെ ബാക്കി പത്രമാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ അവനവന് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ള ഫിലോസഫി നമ്മളൊന്ന് മാറ്റേണ്ടി വരും.